വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ വരുന്ന ഭാഗമായിട്ടുള്ള സൊമാക്ലോണൽ വേരിയേഷൻ ആണ്. എന്താണ് സൊമാക്ലോണൽ വേരിയേഷൻ എന്ന് ഈ ഒരു ക്ലാസ് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലാന്റ് സാപ്പിയൻസ് നിങ്ങളുടെ HSST, MSc, BSc, ബോട്ടണി അസ്പയർ ആയിട്ടുള്ള ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഒപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി നിന്ന് ക്ലിക്ക് ചെയ്യുക. കമൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. What are somaclonal variation? ഇപ്പോൾ ഒരു somaclonal variation ആദ്യം ഒരു definition നമ്മൾ കൊടുത്തിട്ടുണ്ട്. Somaclonal variation refers to the genetic and epigenetic variation that arise in plants regenerated from tissue culture, resulting in plants that differ from the original donor plant in one or more traits. ഓക്കെ, അപ്പോൾ മെയിൻലി റെഫർ ചെയ്യുന്നത് ജനറ്റിക് ആൻഡ് എപ്പിജനറ്റിക് വേരിയേഷൻസ് ആണല്ലേ. അപ്പോൾ എന്താണ് ഈ ജനറ്റിക് വേരിയേഷൻ എന്ന് പറയുന്നത്? DNA ഡയറക്റ്റ്ലി ഉണ്ടാകുന്ന ചേഞ്ചസ്. എപ്പിജനറ്റിക് വേരിയേഷൻ എന്ന് പറയുന്നത് സിംപ്ലി എന്താ, ഈ DNA മീഥൈലേഷൻ, DNA ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന ജനറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള വേരിയേഷൻസ്. അത്തരം വേരിയേഷൻസ് നമ്മൾ ഈ ഒരു ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് റീജനറേഷൻ വഴി ചെയ്യുമ്പം സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുന്ന പ്ലാന്റിൽ ആ ഒരു പ്ലാന്റ് അങ്ങനെ വേരിയേഷൻ നമ്മളൊരു ടിഷ്യൂ കൾച്ചർ ചെയ്യുമ്പം വേരിയേഷൻ നടന്നുണ്ടായ പ്ലാന്റ്സിനെയാണ് സൊമാക്ലോൺസ് എന്ന് പറയുന്നത്. ഈ ഒരു സൊമാക്ലോണൽ വേരിയേഷൻ ഉണ്ടായ പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ ഡോണർ പ്ലാന്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഏതിൽ നിന്നാണോ എക്സ്പ്ലാന്റ് എടുത്തത് ആ ഒരു ഡോണർ പ്ലാന്റിൽ നിന്ന് ചില ട്രേറ്റ്സ്, അവയുടെ ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും ഈ ഒരു സൊമാക്ലോണൽ വേരിയേഷൻ സംഭവിച്ച ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സിന് ഉണ്ടായിരിക്കുക. Okay, this variation observed as changes in chromosome structure, number or DNA sequence. പുറമേ നോക്കുമ്പോൾ നമുക്കൊരു പ്രശ്നമൊന്നും കാണില്ല. ഈ ഒരു സൊമാക്ലോണൽ വേരിയേഷൻ എന്ന് പറയുന്നത് ജനറ്റിക് വേരിയേഷൻ ആണല്ലേ. അപ്പോൾ അവരുടെ ക്രോമസോമിൽ എന്തെങ്കിലും സ്ട്രക്ചറിൽ ചേഞ്ച് വന്നിട്ടുണ്ടാകാം, ക്രോമസോമിൻ്റെ നമ്പറിൽ ചേഞ്ച് വരാം, അല്ലെങ്കിൽ അവയുടെ DNA സീക്വൻസിൽ ചേഞ്ച് വരാം. ഇങ്ങനെ മ്യൂട്ടേഷൻ സംഭവിക്കുന്നതിനെയാണ്, മ്യൂട്ടേറ്റഡ് ആയിട്ട് മാറുന്ന അത്തരം പ്ലാന്റ്സിനാണ് സൊമാക്ലോൺസ് എന്ന് പറയുന്നത്. It can lead to desirable traits. So ഇതിന് അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ട്രേറ്റ്സ് എന്ന് പറയുന്നത് ഡിസൈറബിൾ ആയിട്ടുള്ള ട്രേറ്റ്സ് ആകാം. ഓക്കെ, അപ്പോൾ അതായത് ഡിസീസ് റെസിസ്റ്റൻസ് കൂട്ടാം, അബയോട്ടിക് സ്ട്രെസ് ടോളറൻസ് ഉള്ളവയായിരിക്കാം, അങ്ങനെയുള്ള. അപ്പോൾ അങ്ങനത്തെ കേസിൽ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റിന് നമുക്ക് സൊമാക്ലോണൽ വേരിയേഷൻ എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യാം, ഡിസൈറബിൾ ട്രേറ്റ്സ് ആണ് വരുന്നത് എങ്കിൽ. Although extensive field testing is necessary to assess the long-term stability and potential for negative effect. പക്ഷേ ഇതിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും അത് ആ ഒരു എക്സ്റ്റെൻസീവ്ലി ഈ ഒരു കേസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം അത് നല്ല രീതിയിൽ ടെസ്റ്റും അസസ്മെൻറ്റും ഒക്കെ ചെയ്യണം. ഇത് ലോങ് ടേം നിൽക്കുന്നതാണോ, സ്റ്റേബിൾ ആയിട്ടുള്ള പ്ലാൻസ് ആണോ, അല്ലെങ്കിൽ ഇതിൽ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടി അറിയണം. ഓക്കെ, അപ്പോൾ അതാണ് ടോട്ടലി എന്താണ് സൊമാക്ലോണൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ളത്. ഇനി വാട്ട് കോസസ് സൊമാക്ലോണൽ വേരിയേഷൻ? സൊമാക്ലോണൽ വേരിയേഷൻ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ചെയ്യുമ്പം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? സെവറൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊന്ന് ജനറ്റിക് ഫാക്ടറാണ്. ജനറ്റിക് ഫാക്ടർ എന്ന് പറയുമ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് വേരിയേഷൻ ഇൻ ദ ഡോണർ പ്ലാന്റ് സെൽ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആൻഡ് ന്യൂ മ്യൂട്ടേഷൻ ക്യാൻ ഒക്കർ ഡ്യൂറിങ് കൾച്ചർ പ്രോസസ്. അതായത് നമ്മൾ എടുത്ത ഡോണർ പ്ലാന്റിൽ ഇത്തരം വേരിയേഷൻ ഉണ്ട്, പക്ഷേങ്കിൽ ആ ഒരു പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ട് കിടക്കുന്ന ആ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് റിസസീവ് ആണ്. അവിടെ ഹൈഡായി കിടക്കുന്ന വേരിയേഷൻ ആയിരിക്കും. അത് അടുത്ത ടിഷ്യൂ കൾച്ചർ വഴി കൾച്ചർ ചെയ്യുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെയുള്ള ജനറ്റിക് ഫാക്ടേഴ്സ് വഴി മ്യൂട്ടേഷൻ സംഭവിക്കാം. ദെൻ കൾച്ചർ കണ്ടീഷൻ, അതായത് നമ്മൾ അത്രയും ഒരു ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന എൻവയോൺമെൻറ്റ്, ആ ഒരു ടിഷ്യൂ കൾച്ചർ ലാബ് അത്രയും കെയർ കൊടുത്ത്, ഇൻറ്റൻസീവ് കെയർ കൊടുത്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഒരു കെയർ എടുത്ത് ചെയ്യുമ്പോൾ ഈ ഒരു പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിൻ്റെ പ്രസൻസ് അത് ബാലൻസ്ഡ് ആയിട്ട് നിലനിർത്തണം. അതിൽ കൂടുതലോ കുറവോ വന്നാൽ മ്യൂട്ടേഷൻ ഉണ്ടാകാം. ടെമ്പറേച്ചറും ലൈറ്റും കൊടുക്കുന്നതിൽ മാറ്റം ഉണ്ടെങ്കിൽ മ്യൂട്ടേഷൻ ഉണ്ടാകാം. ഈ രണ്ട് കാരണങ്ങളൊക്കെയാണ് മെയിൻലി ജനറ്റിക്കലി ഇൻസ്റ്റെബിലിറ്റി, ജനറ്റിക്സിൽ മ്യൂട്ടേഷൻ ഉണ്ടാകാൻ കാരണമാകുന്നത് കൾച്ചർ കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ദെൻ കൾച്ചർ ഡ്യൂറേഷൻ. ലോങ്ങർ കൾച്ചർ ഡ്യൂറേഷൻ ആൻഡ് മോർ ഫ്രീക്വൻറ്റ് സബ് കൾച്ചർ ഇൻക്രീസസ് ദ ലൈക്ലിഹുഡ് ഓഫ് വേരിയേഷൻ. അതായത് ഒരു കൾച്ചറിന് കുറേ സമയം ഈ ഒരു കൾച്ചർ ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഓരോ മീഡിയത്തെ സബ് കൾച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് കുറേ കൾച്ചറിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഫ്രീക്വൻ്റ് ആയിട്ട് പെട്ടെന്ന് ആ ഒരു സബ് കൾച്ചർ ഇങ്ങനെ നീണ്ടു പോവുകയാണെങ്കിലും
വേരിയേഷൻ ഉണ്ടാകാം. അതാണ് കൾച്ചറിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ദെൻ എക്സ്പ്ലാന്റിന്റെ സോഴ്സ്, നമ്മൾ എടുക്കുന്ന എക്സ്പ്ലാന്റിന്റെ ടൈപ്പും അവയുടെ വേരിയേഷനും എക്സ്പ്ലാന്റിന്റെ ആ ഒരു ക്യാരക്ടറും ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ സുമാക്ലോണൽ വേരിയേഷൻ ഉണ്ടാകാം. അപ്പോൾ ഇത്തരം 4 കാരണങ്ങൾ കൊണ്ടാണ് മെയിൻലി സുമാക്ലോണൽ വേരിയേഷൻ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ ചാൻസ്. ദെൻ ഈ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്. അതിലൊന്നാമത്തതാണ് ക്രോമസോം ആൾട്ടറേഷൻ എന്ന് പറയുന്നത്. അതായത് ക്രോമസോമിലുള്ള സ്ട്രക്ചർ ഡിലീഷൻ ആകാം, ഏതെങ്കിലും DNA സീക്വൻസ് നൈട്രജൻ ബേസസ് ഡിലീറ്റ് ആയി പോകാം, അല്ലെങ്കിൽ ഇൻസേർഷൻ പുതിയ നൈട്രജൻ ബേസസ് ആഡ് ചെയ്യാം, ട്രാൻസ്ലൊക്കേഷൻ ഒരു നൈട്രജൻ ബേസിന്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്ട്രക്ചറൽ ആയിട്ടുള്ള അബറേഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്പർ, നമ്മൾ എപ്പോഴും പഠിക്കുന്ന പോലെ തന്നെ പോളിപ്ലോയിഡി, അന്യൂപ്ലോയിഡി എന്ന് പറയുന്ന കേസസ് അല്ലെ ക്രോമസോമൽ അബറേഷൻസ് പഠിച്ചിട്ടുണ്ട്. അത്തരം ക്രോമസോമൽ ആൾട്ടറേഷൻ വരുന്ന സുമാക്ലോണൽ വേരിയേഷൻ ഉണ്ട്. ദെൻ സെക്കൻഡ് DNA സീക്വൻസ് ചേഞ്ച്. നമ്മൾ മ്യൂട്ടേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, പോയിന്റ് മ്യൂട്ടേഷൻ, ചെറിയ സ്ഥലങ്ങളിലെ ഒരു നൈട്രജൻ ബേസസിന്റെ ആ ഒരു മ്യൂട്ടേഷൻ, സീക്വൻസിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ, ഈ 2 കാരണങ്ങൾ കൊണ്ട് വേരിയേഷൻ ഉണ്ടാകാം. അത് DNA സീക്വൻസ് ചേഞ്ചിലുള്ള രണ്ടാമത്തെ ടൈപ്പ് ഓഫ് വേരിയേഷൻ ആണ്. പിന്നെയാണ് എപ്പിജനറ്റിക് വേരിയേഷൻ എന്ന് പറയുന്നത്. ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ ജീൻ എക്സ്പ്രഷൻ ആണ്. ജീൻ മീഥൈലേഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രോസസ്സിൽ മാറ്റം വരിക. അപ്പം ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ ജീൻ എക്സ്പ്രഷൻ ദാറ്റ് ഡു നോട്ട് ഇൻവോൾവ് ആൾട്ടർനേഷൻ ടു ദ അണ്ടർലൈങ് DNA സീക്വൻസ്. അപ്പോൾ അത് എപ്പിജനറ്റിക് ആണ്, ജനറ്റിക് വേരിയേഷൻ അല്ല. ഓൾറെഡി ഉള്ള DNA സീക്വൻസിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല, പക്ഷെ എക്സ്പ്രഷന്റെ സമയത്ത് ജീൻ എക്സ്പ്രഷന്റെ സമയത്ത് മാറ്റങ്ങൾ ഉണ്ടാകാം. DNA മീഥൈലേഷനൊക്കെ മാറ്റങ്ങൾ വരുന്നതിനാണ് ഈ ഒരു എപ്പിജനറ്റിക് ചേഞ്ചസ് വഴി ഉണ്ടാകുന്ന സുമാക്ലോണൽ വേരിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സിമ്പിൾ ആയിട്ട് ആ ഒരു സുമാക്ലോണൽ വേരിയേഷൻ്റെ ഔട്ട്ലൈൻ ആയിട്ട് പറയാനുള്ളത്. കാരണം ഇതിന് ആപ്ലിക്കേഷനും ഉണ്ട്, ലിമിറ്റേഷനും ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളൊരു ക്രോപ്പ് ഇംപ്രൂവ്മെന്റിന് യൂസ് ചെയ്യാം. അതായത് ഒരു നോവൽ പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കുമ്പോൾ അതിന് ഡിസീസ് റെസിസ്റ്റന്റ്, സ്ട്രെസ് ടോളറൻസ്, ഫ്രൂട്ടിന്റെ ക്വാളിറ്റി കൂട്ടുക, അല്ലെങ്കിൽ മോർഫോളജി, കളർ അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള കേസിലൊക്കെ ഈ ഒരു ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് എന്നുള്ള കേസിൽ നമ്മുടെ സുമാക്ലോണൽ വേരിയേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷെ ഡ്യൂ ടു പൊട്ടൻഷ്യൽ ഫോർ ജനറ്റിക് ഇൻസ്റ്റെബിലിറ്റിയും പക്ഷെ നമുക്ക് അൺഡിസൈറബിൾ അല്ല ആയിട്ടുള്ള സൈഡ് ഇഫക്ട്സ് വരാം. നമ്മൾ വിചാരിക്കാത്ത ക്യാരക്ടേഴ്സാ വന്നു കഴിഞ്ഞതെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു സുമാക്ലോണൽ വേരിയേഷൻ ചെയ്യുന്നതിന് മുന്നേ ഒരു ഫീൽഡ് ട്രയൽ ചെയ്ത് നോക്കണം. ഉണ്ടാകുന്ന പ്ലാന്റ് നല്ല ക്യാരക്ടർ ആണോ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ക്യാരക്ടേഴ്സ് ആണോ വരുന്നത്. അതിനുശേഷം മാത്രമേ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ട്രയൽ വലിയ രീതിയിലുള്ള ഒരു സ്കെയിലിൽ പ്രൊപ്പഗേഷൻ നടത്താൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഇനിയൊരു നാച്ചുറൽ എൻവയോൺമെന്റിൽ ഇത്തരം സുമാക്ലോണൽ വേരിയേഷൻ ഉള്ള ആൾക്കാർ നാച്ചുറൽ എൻവയോൺമെന്റിൽ സ്റ്റേബിൾ ആയിട്ട് പെർഫോം ചെയ്യുമെന്നും കൂടി ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത്തരം ചെറിയ ചെറിയ ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. ദെൻ ക്ലോണൽ യൂണിഫോമിറ്റി ആണ്. അതായത് ഇൻ ഇൻഡസ്ട്രീസ് റിക്വയറിംഗ് കംപ്ലീറ്റ് യൂണിവേഴ്സിറ്റീസ് such as horticulture and forestry, സുമാക്ലോണൽ വേരിയേഷൻ ക്യാൻ ബി ഡിസഡ്വാൻറ്റേജ്. അതായത് നമ്മളൊരു പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുമ്പം ഒരേ സെയിം ക്ലോൺസ് ആണ് അത്രയും ലക്ഷക്കണക്കിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇൻഡസ്ട്രീസിലൊക്കെ കുറേ എണ്ണം എറ്റ് എ ടൈം നമുക്ക് കിട്ടണം. അപ്പോൾ ഡിഫറെൻറ്റ് വേരിയൻറ്റ് വെറൈറ്റീസ് ആണ് കിട്ടുന്നതെങ്കിൽ അത് ആ ഒരു യൂണിഫോമിറ്റി ഇല്ലാത്ത പ്ലാന്റ്സ് ആണ് നമ്മൾ കിട്ടുന്നതെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ് എല്ലാം യൂണിഫോം ഒരേ രീതിയിൽ ആവശ്യമുള്ള കുറേ അളവിൽ ആവശ്യമുള്ള ഇൻഡസ്ട്രീസിന് അത് ഉപകാരമായിരിക്കില്ല. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത്. സോ ഇത്രയേ ഉള്ളൂ സുമാക്ലോണൽ വേരിയേഷൻ എന്ന് പറയുന്നത്. താങ്ക് യു.